കായിക കേരളത്തിന്റെ അടുത്ത തലമുറയും മികവ് തെളിയിക്കുമെന്നതിന്റെ സൂചനയാണ് തലസ്ഥാനത്ത് നിന്ന് കാണുന്നത്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇന്ന് പിറന്നത് നിരവധി റെക്കോർഡുകളാണ്. 200 മീറ്ററിൽ 4 താരങ്ങളാണ് പുതിയ മീറ്റ് റെക്കോർഡ് ഇട്ടത്. സീനിയർ പെൺകുട്ടികളിൽ മലപ്പുറത്തിന്റെ ആദിത്യ അജി 3ാം സ്വർണം സ്വന്തമാക്കി. ഗെയിംസിൽ തിരുവനന്തപുരം മുന്നേറ്റം തുടരുകയാണ്. ജയേഷ് പുക്കോട്ടൂർ നമുക്കൊപ്പം ചേരുന്നു. ജയേഷ് പുക്കോട്ടൂർ, കുട്ടികളുടെ ഒളിമ്പിക്സിൽ നിന്ന് വരുന്നത് സന്തോഷ വാർത്തകളാണ്. 37 വർഷം മുതൽ 2017 വരെ റെക്കോർഡുകൾ തിരുത്തുന്ന ദിനമായിരുന്നില്ലേ ഇന്ന്? 100 മീറ്ററിലേതിനു സമാനമായ പ്രകടനം തന്നെയാണ് 200 മീറ്ററിലും നമ്മളുടെ കുട്ടികൾ ആവർത്തിച്ചത്. ആകെ 6 ഫൈനലുകളാണ് 200 മീറ്ററിലുണ്ടായിരുന്നത്. അതിൽ 4ലും മീറ്റർ റെക്കോർഡ് പിറന്നു എന്നറിയുമ്പോഴാണ് നമുക്ക് അത്രമാത്രം അത്ഭുതാവഹമായ പ്രകടനം നമ്മുടെ കുട്ടികൾ നടത്തിയത് ഓർമ്മ വരുന്നത്. 200 മീറ്റർ പെൺകുട്ടികളുടെ സബ് ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ മത്സരത്തോടെയായിരുന്നു ഇന്നത്തെ തുടക്കം. അതിൽ തന്നെ റെക്കോർഡ് നേടിക്കൊണ്ട് പാലക്കാടിൻ്റെ അൻവികയാണ് മീറ്റർ റെക്കോർഡ് സ്വന്തമാക്കിയത്. 1987 സ്ഥാപിച്ച റെക്കോർഡാണ് അൻവിക മറികടന്നത് എന്നുള്ളതാണ്. പിന്നീട് നടന്ന ജൂനിയർ പെൺകുട്ടികളിൽ കോഴിക്കോടിൻ്റെ ദേവനന്ദയും സ്വർണ്ണം നേടി. 2017 ആൻസി സോജൻ സ്ഥാപിച്ച റെക്കോർഡാണ് ദേവനന്ദ മറികടന്നത്. ജൂനിയർ ആൺകുട്ടികളിൽ ആലപ്പുഴയുടെ അതുൽ തൻ്റെ 2ാം മീറ്റർ റെക്കോർഡ് സ്വന്തമാക്കി. 100 മീറ്ററിലും അതുലിന് മീറ്റർ റെക്കോർഡ് ഉണ്ടായിരുന്നു. ഇതിൽ 2017 റെക്കോർഡാണ് അതുൽ തിരുത്തി സ്വന്തം പേരിലാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ സീനിയർ ആൺകുട്ടികളിൽ പാലക്കാടിൻ്റെ നിവേദ് കൃഷ്ണയും റെക്കോർഡോടുകൂടി തന്നെ സ്വർണം സ്വന്തമാക്കി. 2011 ജിജിൻ വിജയൻ സ്ഥാപിച്ച റെക്കോർഡാണ് അതുൽ മറികടന്നിട്ടുള്ളത്. മീറ്റിലേക്ക് വരുമ്പോൾ 1465 പോയിന്റുമായി ഗെയിംസിലെ പ്രകടനത്തിന്റെ ബലത്തിൽ തിരുവനന്തപുരം തന്നെയാണ് എതിരാളികളെക്കാൾ ഇരട്ടിയധികം പോയിന്റുമായി ഏറെ മുന്നിലുള്ളത്. 14 സ്വർണം ഉൾപ്പെടെ അത്ലറ്റിക്സിൽ പാലക്കാടിന്റെ കുതിപ്പും തുടരുകയാണ്. താങ്ക് യു. ജയേഷ് പൊക്കട്ടൂരാണ് കായികമേളയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.